ചില ആളുകൾ മനസ്സിലാക്കിയതുപോലെ ഈ അറഫയുടെ നോമ്പ് അതുപോലെ തന്നെ മറ്റുള്ള മുഅക്കദായ സുന്നത്തായ നോമ്പുകൾ പള്ളിയിലെ ഉസ്താദന്മാർക്കും മുദരിസന്മാർക്കും അതുപോലെ തന്നെ മുതഅല്ലിമീങ്ങൾക്കും മാത്രമാണ് എന്ന് തെറ്റിദ്ധരിച്ചു പോയ ഒരുപാട് പാവങ്ങൾ. അവർ വിചാരിച്ചു എന്താണ് ഈ സുന്നത്ത് നോമ്പൊക്കെ അതൊക്കെ ഉസ്താദന്മാരെ നോക്കേണ്ടതാണ്, നമുക്കൊന്നും ബാധകമല്ല. അങ്ങനെ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ട്. അങ്ങനെയല്ല. ഈ ഉസ്താദന്മാർ കടക്കുന്ന സ്വർഗത്തിലേക്കല്ലേ ഈ മനുഷ്യൻ കടക്കേണ്ടത്? അതെ, ഉസ്താദ് കിടക്കുന്ന സ്വർഗത്തിൽ കടക്കണോ? എന്നാലും നോമ്പ് നോക്കണം. അത് സുന്നത്തല്ലേ, സുന്നത്തായ നോമ്പല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം സ്ഥാനത്ത് നിർത്താൻ പറ്റില്ല. വലിയ കൂലിയുള്ള കാര്യമാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കപ്പെട്ടു പോയി, ഓ നബിയേ, അതേ അറഫ ദിവസത്തിന്റെ നോമ്പിന്റെ മഹത്വം എന്താണ് നബിയേ? അപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യുകഫിറു സനതൽ മാദിയ വസ്സനതൽ ഖാബില. വരാൻ പോകുന്ന അതേ ഒരു വർഷത്തിലുള്ള തെറ്റുകുറ്റങ്ങൾ അല്ലാഹു മാപ്പ് ചെയ്യുകയാണ്. അതുമാത്രമല്ല, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ തെറ്റുകൾ അല്ലാഹു മാപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് അറഫ ദിവസത്തിലെ നോമ്പുണ്ടല്ലോ, ആ നോമ്പ് ആരും അതേ നഷ്ടപ്പെടുത്താൻ പാടില്ല. അറഫ ദിവസത്തെ നോമ്പുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, വലിയ മഹത്വമുള്ള നോമ്പാണ്. ആ നോമ്പ് ബുദ്ധിയുള്ള ആളുകൾ അത് മിസ്സാക്കാൻ നിൽക്കൂല. നിങ്ങൾക്കറിയില്ലേ, ബീബി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ അറിയില്ലേ? ആരാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ? അതെ, ഒരു ദിവസം അറഫ ദിവസം നോമ്പെടുത്തുകൊണ്ട് വളരെ ക്ഷീണിതയാണ്. ആയിഷ, നീയോടൊപ്പം നീ സ്വർഗത്തിൽ കടത്തണേ അല്ലാ. സുബ്ഹാനല്ലാഹ്, ആയിഷ ബീബി അതാ ഒരു അറഫ ദിവസം നോമ്പെടുക്കുകയാണ്. നോമ്പെടുത്തിട്ടോ വളരെ പ്രയാസത്തിലാണ്. ആ സമയത്താണ് ആങ്ങളയായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വരുന്നത്. പെങ്ങളോട് ചോദിച്ചു, ഓ പെങ്ങളെ, എന്താണ് നിങ്ങൾ വളരെ പ്രയാസപ്പെട്ടല്ലോ, വളരെ ക്ഷീണിതയല്ലേ, ഈ നോമ്പ് ഒന്ന് മുറിച്ചുകൂടെ? സുന്നത്ത് നോമ്പല്ലേ, അറഫ ദിവസത്തെ സുന്നത്ത് നോമ്പല്ലേ, ഫർദ് നോമ്പല്ലല്ലോ. അതുകൊണ്ട് സുന്നത്ത് നോമ്പ് മുറിച്ചുകൂടെ പെങ്ങളെ എന്ന് സ്വന്തം ആങ്ങളയായ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് ചോദിച്ചപ്പോ ആയിഷ ബീവി പറഞ്ഞു, സുബ്ഹാനല്ലാഹ്, ഈ പരിശുദ്ധമായ അതേ അറഫ ദിവസത്തെ നോമ്പ് മുറിക്കുകയോ? അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അറഫ ദിവസത്തിന്റെ മഹത്വം അറിയൂലേ? അതേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, യുകഫിറു സനതൽ മാദിയ, കഴിഞ്ഞുപോയ ഒരു വർഷത്തെ ദോഷങ്ങൾ അല്ലാഹ് പൊറുക്കും കേട്ടോ. അത് മാത്രമല്ല, വരാൻ പോകുന്ന ഒരു വർഷത്തെ ദോഷം അല്ലാഹ് പുറത്തു തരുമെന്ന് അതേ ഹബീബ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ഈ നോമ്പ് ഞാൻ മുറിക്കൂല. എന്ത് പ്രയാസം വന്നെങ്കിലും എന്ത് പ്രതിസന്ധി വന്നെങ്കിലും ഞാൻ ഈ നോമ്പ് മുറിക്കൂല. അതേ, ആയിഷ ബീവി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ്, സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിച്ച ആയിഷ ബീവി അതേ കരയുകയാണ്. അതേ ദോഷങ്ങളെ കുറിച്ച് ചിന്തിച്ച് കരയുകയാണ് അറഫ ദിവസത്തിന്റെ അന്ന്. സുബ്ഹാനല്ലാഹ്, നമുക്ക് പാടണല്ലേ, നമുക്ക് ഒരുപാട് പഠിക്കാറുണ്ടല്ലോ. ബഹുമാന
റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം ദുൽഹിജ്ജയുടെ 1 മുതൽ 10 ദിവസം വരെ ഓരോ ദിവസത്തിനും അതേ ഒരു ദിവസം അമൽ ചെയ്താൽ ഒരു വർഷം അമൽ ചെയ്ത കൂലിയായി. അതേ അറഫാ ദിവസം അമൽ ചെയ്താൽ അതേ ധാരാളം സുന്നത്ത് നിസ്കരിച്ചാൽ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലിയാൽ ധാരാളം സ്വലാത്ത് അധികരിപ്പിച്ചാൽ അതേ പാപങ്ങളെ സഹായിച്ചാൽ മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ അതേ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ ഖുർആൻ പാരായണം ചെയ്താൽ അറഫാ ദിവസത്തിൽ ചെയ്താൽ അതേ 2 വർഷം ഇബാദത്ത് ചെയ്ത കൂലിയാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹ്. അതേ അറഫാ അതേ ദുൽഹിജ്ജ 1 മുതൽ 9 വരെ വല്ല അമലും ചെയ്താൽ നല്ല നല്ല പ്രവർത്തനം ചെയ്താൽ ഒരു വർഷം അമൽ ചെയ്ത പ്രതിഫലമാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതേ സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അതേ സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു അതേ പരിശുദ്ധമായ അറഫാ ദിവസമായാൽ മഹാനവറുകൾ കരയുകയാണ്. കരയുകയാണ്. സുബ്ഹാനല്ലാഹ് പരിസരബോധം മറന്നുള്ള കരച്ചിലാണ്. വളരെ കരഞ്ഞുകൊണ്ട് ഇബാദത്തിലാണ്. ഭക്ഷണമില്ല, അതേ വെള്ളം കുടിക്കൂല, ഒന്നും ചെയ്യാതെ മരണമാസന്നമായ ആളുകളെ പോലെ ഒരാൾ മരിക്കും എന്ന് ഉറപ്പായാൽ അദ്ദേഹത്തിന്റെ അടുക്കൽ അതായത് നല്ല ബിരിയാണി വെച്ചാൽ അദ്ദേഹം കഴിക്കുമോ? ഇല്ല. എന്ത് നല്ല സുഖങ്ങൾ കിട്ടിയാലും ഞാൻ ഇന്ന സമയത്ത് മരിക്കും എന്ന് ഉറപ്പായാൽ അദ്ദേഹത്തിന് ദുനിയാവിന്റെ ചിന്തയുണ്ടാവൂല. അദ്ദേഹത്തിന് ചിന്ത എന്താണ്? ഞാൻ കബറിൽ ഒറ്റക്ക് കിടക്കണ്ടേ, ആരുമില്ലാത്ത കബറിൽ കിടക്കണ്ടേ, മാശറയുണ്ടല്ലോ, ഹിസാബുണ്ടല്ലോ, നരകമുണ്ടല്ലോ, അതേ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ആ മനുഷ്യൻ സുഖങ്ങളെല്ലാം ഉപേക്ഷിക്കുകയാണ്. അതേ മരണത്തിന് ഒരുങ്ങിയവനെ പോലെ. അതേ സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു ദുൽഹിജ്ജ 1 ആയാൽ നിസ്കാരത്തിൽ തന്നെ, നോമ്പിൽ തന്നെ, സദഖയിൽ തന്നെ ആ മഹാന്മാരായ ആളുകൾ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ സുബ്ഹാനല്ലാഹ് നമ്മുടെ അവസ്ഥ എന്താണ്? അത് മാത്രമല്ല ശൈഖ് ജീലാനി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുകയാണ്. ദുൽഹിജ്ജയുടെ ആദ്യത്തെ 10 ദിവസത്തിൽ ഈ 10 ദിവസത്തെ ബഹുമാനിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിക്ക് 10 ബഹുമാനം മഹത്വം നൽകുകയാണ്. ഒന്നാമതായ മഹത്വം എന്താണ്? ആയുസ്സിൽ അല്ലാഹു വലിയ ബറക്കത്ത് നൽകും കേട്ടോ. ആയുസ്സിൽ അല്ലാഹു ബറക്കത്ത് നൽകും കേട്ടോ. അറിയില്ലേ, ചെറിയ പ്രായമല്ലേ, വിശ്വവിഖ്യാത പണ്ഡിതനല്ലേ, അതേ ധാരാളം കിതാബുണ്ടാക്കിയ മഹാനല്ലേ, ധാരാളം സുന്നത്ത് നിസ്കരിച്ച മഹാനല്ലേ, ധാരാളം സ്വതക്ക ചെയ്ത മഹാനല്ലേ, ധാരാളം ഇബാദത്ത് ചെയ്ത മഹാനല്ലേ, ഖുർആനോദിയ മഹാനല്ലേ. ഈ അതേ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ബറക്കത്ത് കൊടുത്തുപോയി. അപ്പോ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിക്കണേ. രണ്ടാമതായി പറയുകയാണ്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, സമ്പത്തിൽ വർദ്ധനം അല്ലാഹു തരും കേട്ടോ. ആദ്യത്തെ ദുൽഹിജ്ജ 1 മുതൽ 10 ദിവസം വരെ വല്ലവരുത്തരും ബഹുമാനിച്ചാൽ, ആദരിച്ചാൽ, അല്ലാഹുവിന് വേണ്ടി ആദരിച്ചാൽ, ബഹുമാനിച്ചാൽ അവന്റെ സമ്പത്തിൽ അല്ലാഹു വലിയ വർദ്ധനവ് നൽകും കേട്ടോ. മൂന്നാമതായി പറയുകയാണ്, അവൻ
അവന്റെ കുടുംബത്തിൽ നല്ല സുരക്ഷിതത്വം ഉണ്ടാകും കേട്ടോ. അതേ, അവന്റെ കുടുംബം ഭദ്രമാണ്, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കൂല. നാലാമത്തത് പറയുകയാണ്, പാപമോചനം നൽകും കേട്ടോ. ഒരു മനുഷ്യൻ വിചാരിക്കുകയാണ് ഇത് തെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്, അപ്പോഴാണ് അവൻ വിചാരിക്കുന്നത് സുബ്ഹാനല്ലാഹ്, ഞാൻ തെറ്റ് ചെയ്യുകയോ? ഈ മാസം പരിശുദ്ധമായ മാസമല്ലേ, ദുൽഹിജ്ജ മാസമല്ലേ, ഞാൻ തെറ്റ് ചെയ്യുകയാണോ എന്ന് ചിന്തിച്ച് മാറി നിന്നാൽ അവൻ ചെയ്ത പാപം അല്ലാഹു പൊറുക്കും എന്ന് ബഹുമാനപ്പെട്ട മുഹ്യിദ്ദീൻ ശൈഖ് തങ്ങൾ പറയുകയാണ്. അത് മാത്രമല്ല, പിന്നെ ഒരു കാര്യം പറയുകയാണ്, മരണസമയത്തുള്ള വേദന അല്ലാഹു ലഘൂകരിക്കുകയാണ്. മരണസമയത്ത് ധാരാളം ഒരുപാട് വേദനകൾ ഉണ്ടാകും. പക്ഷേ ദുൽഹിജ്ജയെ ബഹുമാനിച്ചവനാണോ, ദുൽഹിജ്ജ മാസത്തെ സ്നേഹിച്ചവനാണോ, അതേ മരണസമയത്തുള്ള വേദന അല്ലാഹു ലഘൂകരിക്കുന്നതാണ്. പിന്നെ ഒരു കാര്യം പറയുകയാണ്, ആരുമില്ലാത്ത ഖബറുണ്ടല്ലോ, ആ ഖബറിൽ ഇരുട്ടായ ഖബറുണ്ടല്ലോ, ആ ഖബറിൽ അല്ലാഹു പ്രകാശം നൽകുന്നു. പിന്നെ ഒരു കാര്യം പറയുകയാണ്, അതേ നന്മകൾ തൂക്കുമ്പോ അദ്ദേഹത്തിന്റെ നന്മക്ക് ഭാരം കൂടുന്നു. സുബ്ഹാനല്ലാഹ്. പിന്നെ ഒരു കാര്യം പറയുകയാണ്, ഒരുപാട് പദവികൾ അല്ലാഹു ആ മനുഷ്യനിക്ക് ഉയർത്തി കൊടുക്കുന്നു. പിന്നെ ബഹുമാനപ്പെട്ടവർ പറയുകയാണ്, ആദ്യത്തെ 10 ദിവസത്തിൽ ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളെയും പ്രതിഫലം സുബ്ഹാനല്ലാഹ്, വല്ല ഒരുത്തനും ദാനധർമ്മം ചെയ്താൽ, സദഖ ചെയ്താൽ, അംബിയാ മുർസലീങ്ങൾക്ക് സദഖ ചെയ്ത കൂലിയാണ്. അപ്പൊ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ വല്ല ഒരുത്തനും ദുൽഹിജ്ജ മാസത്തെ ബഹുമാനിച്ചുകൊണ്ട്, ആദരിച്ചുകൊണ്ട്, സ്നേഹിച്ചുകൊണ്ട് വല്ല ദാനധർമ്മങ്ങളും ചെയ്താൽ അംബിയാ മുർസലീങ്ങൾക്ക് സദഖ ചെയ്ത കൂലിയാണ്. രോഗിയെ വല്ലവരും സന്ദർശിച്ചാൽ, ഈ ദുൽഹിജ്ജ മാസത്തിൽ രോഗിയെ സന്ദർശിച്ചാൽ ഔലിയാക്കളെയും അബ്ദാലികളെയും സന്ദർശിച്ച പോലെയാണ്. ഒരാൾ ഒരു ജനാസയെ കൂടെ പോയാൽ, ജനാസയെ അനുഗമിച്ചാൽ ഷഹീദായ ഒരു ജനാസയിൽ കൂടിയ കൂലിയാണ് എന്ന് പഠിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഒരു സത്യവിശ്വാസിക്ക് ഒരു നല്ല പുതുവസ്ത്രം വാങ്ങിച്ചു കൊടുത്താൽ സ്വർഗീയ വസ്ത്രം അല്ലാഹു ധരിപ്പിക്കുന്നു. അത് മാത്രമല്ല, അനാഥകളുണ്ടല്ലോ, യതീമക്കളുണ്ടല്ലോ, ആ യതീമിന്റെ തലയിൽ കൈവച്ചാൽ, ആ യതീമിനോട് കരുണ ചെയ്താൽ സുബ്ഹാനല്ലാഹ്, അർശിന്റെ തണല് അവനിക്ക് നൽകുന്നതാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഈ പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ദുൽഹിജ്ജ 1 മുതൽ 10 വരെ വല്ല ഒരുത്തനും ഒരു കാര്യം ചെയ്തില്ലെങ്കിൽ അവനേക്കാൾ പരാജിതനായ ആള് ലോകത്ത് വേറെ ആരുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി. ഇബ്നു റജബുൽ ഹംബലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, അതേ ഹംബലി മദ്ഹബുകാരനാണ്, മഹാനവർ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ദുൽഹിജ്ജ 10ന്റെ രാത്രിയുടെ മഹത്വം ലൈലത്തുൽ ഖദ്റിന് സമാനമാണെന്ന് മഹാനവറുകൾ പഠിപ്പിക്കുകയാണ്. അതേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളുടെ അരികിലേക്ക് വരികയാണ്. അപ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിക്കുകയാണ്. ചിരിക്കുമ്പോ സ്വഹാബികൾ ചോദിച്ചു, ഓ നബിയേ, എന്തിനാണ് ചിരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഓ സ്വഹാബികളെ, ഇന്നത്തെ
ദിവസത്തിന്റെ മഹത്വം അറിയില്ലേ? ഇന്ന് അറഫാ ദിവസമല്ലേ? ഈ അറഫാ ദിവസത്തിന്റെ അന്ന് ഒരുപാട് എന്റെ ഉമ്മത്തുകളുണ്ടല്ലോ. ആ ഉമ്മത്തുകൾ നോമ്പെടുത്തു, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്തു, ഇതായ പാവങ്ങൾ പൊറുക്കാൻ വേണ്ടി അല്ലാഹുവിനോട് ദുആ ചെയ്തു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മുഴുവൻ പാവങ്ങളും അല്ലാഹു പുറത്തു കൊടുത്തു. ഇത് കണ്ട ഇബ്ലീസ് ഉണ്ടല്ലോ, ഇബ്ലീസ് തലയിൽ കൈവച്ചുകൊണ്ട് ഓടുന്ന രംഗം ഞാൻ കണ്ടപ്പോ ചിരിച്ചു പോയതാണ് സഹാബ. അതുകൊണ്ട് പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിൽ അതെ ഈ അറഫാ ദിവസത്തെ നോമ്പ് നോക്കണേ, ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന് ചൊല്ലണേ. 100 പ്രാവശ്യം ചൊല്ലണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അത് മാത്രമല്ല സഹോദരിമാരെ, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു എന്ന സൂറത്ത് 100 പ്രാവശ്യം ഓതണേ. ഓതാൻ കഴിയുന്ന ആളുകൾ ഓതണേ. വലിയ ബർക്കത്താണ്, ഇജാബത്താണ്. 100 സ്വലാത്ത് ചൊല്ലണേ. ഈ 3 കാര്യങ്ങൾ ചെയ്യാൻ ധാരാളം സമയം വേണ്ട. എന്നിട്ട് അതേ ആഖിറത്തിന് വേണ്ടി ദുആ ചെയ്യണേ. ഒരുപാട് മഹാന്മാരുണ്ടല്ലോ, ഒരുപാട് ആളുകളുണ്ടല്ലോ. അതേ കാലകാല നിസ്കാരത്തിനാണ്, നോമ്പിനാണ്, സദഖയിലാണ്. പക്ഷേ മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനില്ലാതെ ചത്തുപോയ ആളുകളുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, അല്ലാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കണം. അല്ലാഹ് ബഹുമാനിച്ച മാസത്തെ ബഹുമാനിക്കണം. അതുകൊണ്ട് തെറ്റ് ചെയ്യാൻ പാടില്ല. ഈ ദുൽഹിജ്ജ മാസത്തിൽ തെറ്റ് ചെയ്യുന്നവനുണ്ടല്ലോ, സുബ്ഹാനല്ലാഹ്, അവന്റെ ശിക്ഷ ഇരട്ടിയാണെന്ന് സ്വാദിഖുൽ മസ്ദൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അതുകൊണ്ട് നിസ്കാരം ഖദാആക്കാൻ പാടില്ല. അതേ നല്ല നിനക്ക് മഗ്‌രിബിന്റെയും ഇശാഇന്റെയും ഇടയിൽ സൂറത്തുൽ മുൽക്ക് ഓതണേ, സൂറത്തുൽ വാഖിയ ഓതണേ. ദുഹാ നിസ്കാരം പതിവാക്കണേ. സുബ്ഹിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം ഉണ്ടല്ലോ, അത് ഒഴിവാക്കാൻ പാടില്ല. അപ്പൊ നല്ല നല്ല കാര്യങ്ങൾ ചെയ്താൽ, അല്ലാഹുവിന് വേണ്ടി ശുക്ർ ചെയ്താൽ, ഇസ്തിഗ്ഫാർ നടത്തിയാൽ, തഹ്ലീൽ ചൊല്ലിയാൽ, സ്വലാത്ത് ചൊല്ലിയാൽ, അല്ലാഹ് കാണുന്നുണ്ടല്ലോ, റബ്ബ് കാണുന്നുണ്ടല്ലോ. അതേ കൈതന്ന റബ്ബുണ്ടല്ലോ, കാലുതന്ന റബ്ബുണ്ടല്ലോ. അതേ രണ്ട് നോക്കാൻ കണ്ണു തന്ന റബ്ബുണ്ടല്ലോ. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആളുകളെ നമുക്ക് നോക്കുമ്പോ ഒരു കാലില്ലാത്ത ആളുണ്ടല്ലോ, ഒരു കണ്ണില്ലാത്ത ആളുണ്ടല്ലോ, ഒരു കൈയില്ലാത്ത ആളുണ്ടല്ലോ. അതേ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുണ്ടല്ലോ. പക്ഷേ യജമാനായ ഖാലിഖായ റാസിഖായ റബ്ബുണ്ടല്ലോ. ആ റബ്ബ് അതാ നമ്മളെ സൃഷ്ടിച്ചത് ഈ അഹ്സനി തഖ്വീം. നല്ല 2 കണ്ണ് തന്നില്ലേ, 2 കൈ തന്നില്ലേ, 2 കാല് തന്നില്ലേ. അതേ നല്ല ബുദ്ധി തന്നില്ലേ, നല്ല സമ്പത്ത് തന്നില്ലേ, നല്ല വാഹനം തന്നില്ലേ, നല്ല വീട് തന്നില്ലേ, നല്ല വസ്ത്രം തന്നില്ലേ, നല്ല ചാരിത്ര ശുദ്ധി തന്നില്ലേ, നല്ല നിലക്ക് മനസ്സിലാക്കാനുള്ള രൂപവും കോലവും അല്ലാഹ് തന്നില്ലേ. ആ അല്ലാഹനെ ധിക്കരിച്ചുകൊണ്ട്, അല്ലാഹനെ അനുസരിക്കാതെ, അല്ലാഹനെ പരിഗണിക്കാതെ നടന്നാൽ ഈ സ്വതക്ക ചെയ്യുന്ന സ്ഥലത്തെല്ലാം ബോർഡ് വെച്ചില്ലേ, അതേ യാചകൻ
യാചകന്മാർ ഈ നാട്ടിൽ വരാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡ് വെച്ചില്ലേ? യാചകനെ പോറ്റുന്ന റബ്ബല്ലേ? നിന്നെ പോറ്റുന്നത് റബ്ബല്ലേ? രണ്ടാക്കും രണ്ട് റബ്ബാണോ? അല്ല, അല്ല, ഒരിക്കലുമല്ല. വിശ്വാസം വേണം, നല്ല നിലക്കുള്ള വിശ്വാസം വേണം. അവനെ പോറ്റുന്ന റബ്ബ് റബ്ബാണ്, എന്നെ പോറ്റുന്ന റബ്ബ് ഒരേ റബ്ബാണ്, ഖാലിഖായ റബ്ബാണ്, റാസിഖായ റബ്ബാണ്. ആ റബ്ബ് അതേ ആ മനുഷ്യനെ സഹായിക്കില്ലേ? അപ്പോ യാചകന്മാർ വരുമ്പോ അവരെ തല്ലിപ്പായിച്ചില്ലേ? അവരെ പ്രയാസപ്പെടുത്തിയില്ലേ? അന്ന് ചിന്തിക്കാവുന്ന ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചെയ്തില്ലേ? പാവപ്പെട്ട ഒരു മനുഷ്യൻ അതാ ഭക്ഷണം കഴിക്കാൻ വേണ്ടി മരണത്തോട് പങ്കെടുക്കുന്ന സമയത്ത് അതേ കുറച്ച് 1 കിലോ അരി കണ്ടപ്പോ ആ മനുഷ്യനെ, പാവം മനുഷ്യനെ, നിങ്ങൾ അതേ മുസ്ലിം എന്ന് പറയുന്ന ആളുകൾ മുസൽമാന്റെ പേര് പറഞ്ഞുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഇസ്ലാമിന്റെ യശസ്സും ഉഷസ്സും ഉയർത്തിപ്പിടിക്കുന്ന മുസ്ലിമായ മനുഷ്യനല്ലേ തച്ചുകൊന്നത്, തല്ലിക്കൊന്നത്? അല്ലാഹ് പൊരുത്തപ്പെടുവോ? അല്ലാഹുവിന്റെ റസൂൽ പൊരുത്തപ്പെടുവോ? അതേ ഇപ്പോൾ അദാബ് ഇറങ്ങിയില്ലേ? ഒരുപാട് വീടുകൾ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് വാഹനങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് സമ്പത്തുകൾ നഷ്ടപ്പെട്ടു പോയി, ഒരുപാട് മക്കളുകൾ നഷ്ടപ്പെട്ടു പോയി. അതേ ഒന്നുമില്ല, റൂമിൽ ഉറങ്ങിയ മനുഷ്യനുണ്ടല്ലോ, സ്ത്രീയുണ്ടല്ലോ, വലിയ 1.5 കോടിയുടെ കാറിൽ സഞ്ചരിച്ച ആളുകളുണ്ടല്ലോ. ഇപ്പോൾ ആരുമില്ലാതെ വളരെ പ്രയാസത്തിലാണ്. ചെറുങ്ങനെ ഒരു കുലുക്കം കുലുക്കിയപ്പോ, ചെറിയ പരീക്ഷണം കൊടുത്തപ്പോ എല്ലാം മറന്നുപോയി. സുബ്ഹാനല്ലാഹ്, കാക്കണേ അല്ലാഹ്, നമ്മളെ നീ കാക്കണേ അല്ലാഹ്. ഇനിയും അല്ലാഹ് ധിക്കരിച്ചാൽ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യം ചെയ്താൽ അല്ലാഹുവിന്റെ കോപം വന്നുപോയി. ഇവിടെ ആരും തടുക്കാൻ കഴിയുന്നില്ല, ഒരു മനുഷ്യനും തടുക്കാൻ കഴിയുന്നില്ല. ഞാൻ വലിയ പ്രധാനമന്ത്രിയാണ്, ഞാൻ ഇന്ത്യയുടെ പ്രസിഡന്റാണ്, ഞാൻ മിനിസ്റ്ററാണ്, ഞാൻ വലിയ ആളാണ്. പക്ഷേ റബ്ബിന്റെ കോപം വന്നപ്പോ തടുക്കാൻ കഴിയുന്നില്ല. ചെറിയ കുട്ടികൾ അതാ നിലവിളിക്കുകയാണ്, പ്രായമുള്ളവർ നിലവിളിക്കുകയാണ്. ഭക്ഷണമില്ല, വസ്ത്രമില്ല. അല്ലാഹ് നീ കാക്കണേ അല്ലാഹ്. നിനക്കും തൗബ ചെയ്യാൻ, നിന്നിലേക്ക് തൗബ ചെയ്ത് മടങ്ങാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പരിശുദ്ധമായ മാസമുണ്ടല്ലോ, ഈ ദുൽഹിജ്ജ മാസത്തിൽ ധാരാളം ഇസ്തിഗ്ഫാർ ചൊല്ലാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. ഈ ലോകത്തെ പടക്കാൻ കാരണക്കാരനായ അതേ റബ്ബുണ്ടല്ലോ, സൂര്യനെ പടച്ച റബ്ബുണ്ടല്ലോ, ചന്ദ്രനെ പടച്ച റബ്ബുണ്ടല്ലോ, അതേ ചരാചരങ്ങളെ പടച്ച റബ്ബുണ്ടല്ലോ. ഈ ഇതെല്ലാം പടക്കാൻ കാരണക്കാരനായ ഖാതിമുൽ അവ്വലീൻ റസൂൽ റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ ജഅൽ ഫീ അയ്മാനിനാ നൂറാ വഫീ ശമാഇലിനാ നൂറാ വമിൻ തഹ്തിനാ നൂറാ വമിൻ ഫൗഖിനാ നൂറാ. അല്ലാഹുമ്മ ജഅൽനാ ഫീ നൂരിക യാ നൂറൻ നൂർ ഖബിലൽ അസ്മിനതി വദ്ദുഹൂർ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റബ്ബേ ശഫാഅത്ത് കൊണ്ടെങ്കിലും ഈ കാണുന്ന പ്രളയം നീ നിർത്തണേ അല്ലാഹ്. നിന്റെ ഹബീബിന് വേണ്ടി കോടാനുകോടി സ്വലാത്ത് ചെയ്ത ആളുകളുണ്ട്, സ്വലാത്ത് ചൊല്ലിയ ആളുകളുണ്ട് അല്ലാഹ്. ഒരുപാട് ഉമ്മമാരുണ്ട് അല്ലാഹ്, ഒരുപാട് കുട്ടികളുണ്ട് അല്ലാഹ്, ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അല്ലാഹ്, ഒരുപാട് പണ്ഡിതന്മാരുണ്ട് അല്ലാഹ്, ഒരുപാട് സാധാരണക്കാരായ ആളുകളുണ്ട് അല്ലാഹ്. നിന്റെ റബീഉൽ അവ്വൽ മാസത്തെ ബഹുമാനിക്കുന്ന ഹൈന്ദവ സുഹൃത്തുക്കളുണ്ട് അല്ലാഹ്. ഈ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട് എല്ലാ
എല്ലാം അടക്കി വരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കണേ അല്ലാഹ്. ഈ തൂഫാൻ നീ മാറ്റണേ അല്ലാഹ്. ഒരുപാട് പ്രയാസങ്ങളാണ് കാണുന്നത്, മനസ്സ് പൊട്ടുന്നു, ഹൃദയം പൊട്ടുന്നു. റബ്ബേ, കണ്ണുപോയാലല്ലേ കണ്ണിന്റെ വരെ മനസ്സിലാവുക, കാല് പോയാലല്ലേ കാലിന്റെ വരെ മനസ്സിലാവുക, വീട് പോയാലല്ലേ വീടിന്റെ വരെ മനസ്സിലാവുക. പട്ടിണി കിടക്കുമ്പോഴല്ലേ പാവപ്പെട്ടത് തിരിച്ചറിയുക. ഈ കാര്യം റബ്ബേ നീ ഇവിടെ ചെയ്തു പോയി, നമ്മിലേക്ക് നീ എത്തിക്കല്ല അല്ലാഹ്. നമ്മുടെ സഹോദരന്മാരുണ്ട് അല്ലാഹ്, മുസ്ലിങ്ങളുണ്ട് അല്ലാഹ്, ക്രിസ്ത്യാനികളുണ്ട് അല്ലാഹ്, ഹിന്ദുക്കളുണ്ട് അല്ലാഹ്, സിഖുകാരുണ്ട് അല്ലാഹ്, മതമുള്ളവരുണ്ട് അല്ലാഹ്, മതമില്ലാത്തവരുണ്ട് അല്ലാഹ്, ഒരുപാട് ജീവജാലങ്ങളുണ്ട് അല്ലാഹ്, അതേ പശുക്കളുണ്ട് അല്ലാഹ്, അതേ കോഴികളുണ്ട് അല്ലാഹ്, ആടുകളുണ്ട് അല്ലാഹ്. എല്ലാത്തിനെയും നീ സംരക്ഷിക്കണേ അല്ലാഹ്. എന്തെങ്കിലും തെറ്റു വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ പരിശുദ്ധമായ മാസത്തിന്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട്, നിന്റെ ഹബീബിന്റെ ബർക്കത്ത് കൊണ്ട്, പരിശുദ്ധമായ മക്കയിൽ കൂടിയ ലക്ഷോപലക്ഷം ജനങ്ങളുടെ ഹാജിമാരുടെ ബർക്കത്ത് കൊണ്ട് നീ കാക്കണേ അല്ലാഹ്. ഈ സലാമത്തിലാക്കണേ അല്ലാഹ്. ഈ പരിശുദ്ധമായ അൽമദീന എന്ന സ്ഥാപനത്തിനെ സഹായിക്കുന്ന, സഹകരിക്കുന്ന, പ്രവർത്തിക്കുന്ന ആരെല്ലാം എവിടെയെല്ലാം ഉണ്ടോ നീ സഹായിക്കണേ അല്ലാഹ്. അവരുടെ കച്ചവടത്തിൽ ഹൈറും ബർക്കത്തും നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അവർക്ക് മരിച്ചുപോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗ്ഗത്തിന്റെ വാതിൽ നീ തുറന്നു കൊടുക്കണേ അല്ലാഹ്. ഇവിടെ പഠിക്കുന്ന മക്കളുണ്ട് അല്ലാഹ്, അതേ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്ന ധാരാളം മക്കളുണ്ട് അല്ലാഹ്, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലാഹ്, ആലിമാ കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലാഹ്, വിമൻസ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അല്ലാഹ്. അവരുടെ നാടും വീടും കുടുംബവും അറിയുന്ന റബ്ബല്ലേ നീ, റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാഹ്. ഈ മഹ്ദറത്തുൽ ബദിയ നീ സ്വീകരിക്കണേ അല്ലാഹ്. മനസ്സിൽ ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്, നീ നിറവേറ്റണേ അല്ലാഹ്. പഠിക്കാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. നമ്മുടെ സ്വഭാവം നീ നന്നാക്കണേ അല്ലാഹ്. കിബ്റ്, ഉജ്ബ്, റിയാഅ്, ഹസദ്, അതേ മോശമായ ചിന്തയെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. നമ്മുടെ ഉസ്താദുമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, നമുക്ക് അറിവ് നൽകുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലാഹ്, അവർക്കെല്ലാം നീ സന്തോഷം നൽകണേ അല്ലാഹ്. നീ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. നമുക്ക് ഭക്ഷണം തരുന്ന ഉമ്മമാരുണ്ട്, നീ അവർക്ക് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. നമ്മുടെ മാതാപിതാക്കൾക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. നമ്മുടെ ഭാര്യമാർക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവരെല്ലാം നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. നമുക്ക് തന്ന മുഴുവനത്തിലും നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ്. ഈ കൂടിയ കുട്ടികളുണ്ടല്ലോ അല്ലാഹ്, ഈ കുട്ടികളുടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കണേ അല്ലാഹ്. അവൻ മരിച്ചുപോയത് ഖബർ നീ വിശാലമാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, എല്ലാ നിലക്കും നീ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. ഒരു നിലക്കും നീ കുറവാക്കല്ല അല്ലാഹ്. ഇസ്സത്തിന് കുറവാക്കുന്ന ഒരു കാര്യം വരുത്തല്ല അല്ലാഹ്. ജനമധ്യത്തിൽ വഷളാക്കല്ല അല്ലാഹ്. എപ്പോഴും നീ ഇസ്സത്തിലാക്കണേ അല്ലാഹ്. എല്ലാ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ടും നീ നമ്മളെയും എല്ലാവരെയും നീ കാക്കണേ അല്ലാഹ്. برحمتك يا ارحم الراحمين. صلى الله تعالى وسلم.